നമ്മുടെ ഫോണിൽ WPS ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മുടെ വിർച്വൽ സപ്പോർട്ടിംഗ് സിസ്റ്റം, അതായത് dhanishmadhavan.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ റീഡ് മൈ ബ്ലോഗ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വലതുവശത്ത് സെർച്ച് ബട്ടൺ തൊട്ടിട്ട് WPS എന്ന് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ സം യൂസ്ഫുൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ബ്ലോഗ് സ്ക്രീനിൽ വരും. അതിൻ്റെ ആ ബ്ലോഗ് ഓപ്പൺ ചെയ്യുക. ആ ബ്ലോഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തേക്ക് എടുക്കുമ്പോൾ 16ാമത്തെ ആയിട്ട് WPS എന്നുള്ള ലിങ്ക് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റലേഷൻ 5Gയിലാണ് നടക്കുന്നത്. അത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും താഴെ ഇടതുവശത്തുള്ള ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ നമ്മുടെ ഏതാണ് മെയിൽ ID, ഗൂഗിൾ മെയിൽ ID, ഏത് ഗൂഗിൾ അക്കൗണ്ട് വഴിയാണ് സൈൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇവിടെ ഓൾറെഡി കൊടുത്ത പേര് തന്നെയാണ് വേണ്ടത്. കണ്ടിന്യൂ ആസ് ഫിനിഷ് അടിക്കുക. അതടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് WPS Pro, അൺലോക്ക് ഓവർ 80 ബെനിഫിറ്റ്സ്. നമ്മൾ WPS Pro ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ 95 rupees ഫോർ 1 വീക്കാണ്. അപ്പോൾ നമ്മളത് പെയ്ഡ് വേർഷൻ എടുക്കുന്നില്ല. അതിന് പകരം ഏറ്റവും മുകളിൽ വലതുവശത്തുള്ള ഈ ക്ലോസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. പിന്നെ നമ്മൾ ജസ്റ്റ് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് സ്കിപ്പ് അടിച്ചേക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ then അടുത്തത് എനേബിൾ ഫയൽ ആക്സസ് പെർമിഷൻ വേണം. അതിന് ഈ ഗ്രാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഓണാക്കുക. ഈ ബാക്ക് അടിക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.